ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്. ഇത് പല പരീക്ഷയിലും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് 1860 ഓക്കെ, സർ ജെയിംസ് വിൽസൺ അപ്പൊ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് 1860. അപ്പൊ ഇയാൾ കൊണ്ടുവരാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ലോസസ് suffered by the ബ്രിട്ടീഷ് ഗവൺമെന്റ്. അപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ സമയത്ത് ഒരു ലോസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് റിക്കവർ ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് ചുമത്താം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് വാസ് പാസ്ഡ് ഇൻ 1886. 1886 എന്ത് ചെയ്തു, അടുത്ത ഒരു ടാക്സ് എന്ത് ചെയ്തു, നമ്മൾ പാസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇൻകം ടാക്സ് ആക്ട് നമ്മൾ എന്ത് ചെയ്തു, പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ദിസ് ആക്ട് റിമെയിൻഡ് ഇൻ ഫോഴ്സ് അപ് ടു 1917. ഇതുവരെ 917 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെറിയ ചെറിയ അമെന്റ്മെന്റോട് കൂടി അതിങ്ങനെ നിലനിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1860 ഇത് കൊണ്ടുവന്നു. ആരാണ് കൊണ്ടുവന്നത്, ജെയിംസ് വിൽസൺ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ എന്തായിരുന്നു ഉദ്ദേശം, ടു മീറ്റ് ലോസസ് സഫേർഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ആൻഡ് നെക്സ്റ്റ് ആക്ട് ഈസ് പാസ്ഡ് ഇൻ 1886 ആൻഡ് ഇറ്റ് കണ്ടിന്യൂഡ് അപ് ടു 1917. ഓക്കെ, ദെൻ ഒരു ന്യൂ ആക്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിനെ റീപ്ലേസ് ചെയ്യുന്നത്. 1918 ന്യൂ ആക്ട് വാസ് പാസ്ഡ്. ഓക്കെ, ന്യൂ ആക്ട് വാസ് പാസ്ഡ്. ഓക്കെ, ദിസ് ആക്ട് വാസ് റീപ്ലേസ്ഡ് ബൈ അനദർ ആക്ട് ഇൻ 22. ഇത് അധികം നിന്നില്ല. ഓക്കെ, ഈ ആക്ടിനെ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഓക്കെ, റീപ്ലേസ്ഡ് ബൈ അനദർ ആക്ട് ഏത് ഇയറില്, 1922 ഒരു പുതിയ ആക്ട് വന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു. ആൻഡ് ദിസ് ആക്ട് റിമെയിൻഡ് ഇൻ ഫോഴ്സ് ടിൽ 1961. ഒരു വലിയ കാലയളവിലേക്ക് എന്ത് ചെയ്തു, അത് നിലനിന്നിട്ടുണ്ട് വിത്ത് ലോട്ട് ഓഫ് ചേഞ്ചസ്. ഓക്കെ, ദെൻ ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഫോർ റിക്വയർമെന്റ് ഓഫ് ഇന്ത്യൻ കണ്ടീഷൻസ്, ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ടഡ് ടു ന്യൂ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ കണ്ടീഷൻ, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഓക്കെ, ഇന്ത്യൻ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ദേ വർ ട്രൈഡ് ഫോർ എ ന്യൂ ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് പ്ലാൻ ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഒരു ലോ കമ്മീഷൻ, ഓക്കെ, എന്ത് ചെയ്തു, നിലവിൽ വന്നു. ഓക്കെ, ലോ കമ്മീഷൻ ഇൻ 1956. ഓക്കെ, ഇവരെ അതിനുവേണ്ടി അപ്പോയിന്റ് ചെയ്തു. എന്ത് ചെയ്യണം, പുതിയൊരു ആക്ട് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇവരെ അപ്പോയിന്റ് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അവരെന്ത് ചെയ്തു, അതിന്റെ റിപ്പോർട്ട് 1958 വിത്തിൻ 2 years അവരെ ഏൽപ്പിച്ചതിന് ശേഷം വിത്തിൻ 2 years അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ appointed a direct tax administration inquiry committee in 1958 and submitted report in 59. Okay, so based on the recommendations of both committee, ഇവരൊക്കെ റെക്കമെൻഡേഷന്റെ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്ഡ് the income tax act in September 1961. ഓക്കെ, പുതിയ ഇൻകം ടാക്സ് ആക്ട് വന്നു. ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, നിലവിലേക്ക് വന്നത് അത് 1st April 19
1962-ലാണ്. ഓക്കെ, അപ്ലിക്കബിൾ ടു ഓൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മുഴുവൻ എന്താണ് അത് അപ്ലിക്കബിൾ ആണ്. സോ ദിസ് ഇസ് ദി ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 1860 ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു മീറ്റ് ലോസസ് സപ്പോർട്ട് ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൺ ദോസ് ഡേയ്സ്. ആൻഡ് ദിസ് ആക്ട് റിമെയിൻഡ് അപ് ടു 1886, means a new income tax act was passed. Okay, then it is continued up to 1917, and another new act was passed in 1918. Then this new act is replaced by another act in 1922. Okay, 1922. Then ഈ ഒരു ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോങ് ടേമിലേക്കുള്ളതായിരുന്നു. അതായത് 1961 ആ ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് വരുന്നത് വരെ ഇത് നിലനിന്നു. ആ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്.